ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ദ റക്കിംഗ് ക്രൂ കണ്ടു. ഇന്ന് ആമസോണിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ആക്ഷൻ പടമാണ്. ഡേവ് ബാറ്റിസ്റ്റ, ജേസൺ മോമോ തുടങ്ങിയവരാണ് മെയിൻ റോൾ പറയുന്നത്. ഒരു എന്താ പറയുക, ഒരു പ്രെറ്റി കൂൾ, സൂപ്പർ കൂൾ ആക്ഷൻ മോഡിലുള്ള ഒരു എന്റർടൈനിങ് മൂവിയാണ് ദ റക്കിംഗ് ക്രൂ. ക്ലീഷ സ്റ്റോറി തന്നെയാണ്, അല്ലാണ്ട് ഇതിൽ പുതുമുകളുള്ള സ്റ്റോറി എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു ക്ലീഷ സ്റ്റോറിനെ എങ്ങനെ എന്റർടൈനിങ് ആയിട്ട്, വളരെ എന്റർടൈനിങ് ആയിട്ട് എടുക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു പടമാണിത്. ഇത് എന്തിനിവര് ആമസോൺ പ്രൈമിൽ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത് തിയേറ്ററിക്കലി കൊടുത്താൽ ഹിറ്റാകാനുള്ള സംഗതികളുള്ള, ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള സംഗതികളുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഈ പടം. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആക്ഷൻ പടത്തിന്, അതായത് ഒരു കൂൾ ആക്ഷൻ കോമഡി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്പിക്കൽ സ്റ്റോറി ബിൽഡപ്പ് തന്നെയുള്ളൂ. ഇതിന്റെ ഒരു പ്ലോട്ട് പറയാനാണെങ്കിൽ എന്താ പറയാ, ഒരു പോലീസ് ഓഫീസറും ഒരു നേവി ആളും, അവര് ഹാഫ് ബ്രദേഴ്സാണ്. അതായത് അച്ഛനൊന്ന്, അമ്മ വ്യത്യസ്തമായിട്ടുള്ളു. അപ്പൊ അവരുടെ അച്ഛൻ, ഈ ഫാദർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹവായിൽ വെച്ച് കൊലപ്പെടുന്നു. അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇവര് വരുന്നതാണ് അതിന്റെ ഒരു പ്ലോട്ട്. ഇവർ തമ്മിൽ അത്ര അങ്ങോട്ട് ഒരു ഹിസ്റ്ററി ശരിയല്ല, അവരങ്ങോട്ട് ഒരു ചേർന്ന് പോയിട്ടില്ല, അവർക്കൊരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവരുടെ അച്ഛന് ഉണ്ടായ സംഭവങ്ങൾ ഒരു കോമിക് രീതിയിൽ അല്ലെങ്കിൽ ഫൺ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഇതിന്റെ ഒരു ഇത്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇവരുടെ ഒരു ബോണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന, കുറ്റം പറയുന്ന, കളിയാക്കുന്ന അവരുടെ ഒരു കെമിസ്ട്രി, ഒരു റൊമാൻസ് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജേസൺ മോമോയുടെ ചില മാനറിസങ്ങൾ, എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് ഒക്കെ രസമാണ്. കുറെ സമയത്ത് നമുക്ക് തോന്നുന്നു ഇയാൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും തോന്നുന്നത്. കാരണം ഇപ്പൊ ഇയാളൊരു ക്യാരക്ടർ, റിയൽ ലൈഫ് ക്യാരക്ടർ ഒരു പടത്തിലേക്ക് ഇങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു പക്ക ഒരു എന്റർടൈനിങ് ക്യാരക്ടറാണ് ഈ ജേസൺ മോമോയുടെ ഒരു ക്യാരക്ടർ. ഡേവ് ബാറ്റിസ്റ്റ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എൽഡർ ബ്രദർ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സീരിയസ് മോഡിലുള്ള ആളായിട്ടും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ബോണ്ട് തന്നെ ഒരു കണ്ടിരിക്കാൻ മാത്രമുണ്ട്. പിന്നെ ഇതില് ഇവരുടെ ഈ എന്താ പറയാ, കുറെ പോപ്പ് കൾച്ചർ റെഫറൻസുകൾ, കുറെ വൺ ലൈനേഴ്സ് ഒക്കെ ഉണ്ട് ജേസന്റെ, അതൊക്കെ നൈസാണ്. പിന്നെ ഇതില് ആക്ഷൻസ് വളരെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതായത് വയലന്റ് ആക്ഷൻസ് ആണ്, റേറ്റഡ് ആണ്. അങ്ങനെ ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അത് ചിലപ്പോൾ പറ്റില്ല. കാരണം ചില ആക്ഷൻസ് വയലൻസ് ഉള്ളതുണ്ട്. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു ഡാർക്ക് പോലെ എല്ലാവരും എടുത്തേക്കുന്നത് മാത്രം. ഫൺ, എവിടെയും ഫണ്ണാണ്. പ്രത്യേകിച്ച് ഇതിലൊരു ഹൈവേ സീക്വൻസ് ഉണ്ട്, ഒരു 5 മിനിറ്റോളം ഉണ്ട്. അതിൽ കുറെ സംഗതികൾ കാട്ടുന്നുണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു 5 മിനിറ്റ്. അതുകൊണ്ട് തന്നെ മുതലാവാന്ന് പറയില്ലേ, അതാണ് എനിക്ക് കണ്ടുകഴിഞ്ഞ് മനസ്സിലാവും അമ്മാതിരി സീനാണിത്. കാരണം അത് അവർ ആ ഒരു ലൊക്കേഷനും ആ ക്യാമറ വർക്കും പിന്നെ ഇവരുടെ ഒരു ആക്ഷന്റെ ഇടയിലുള്ള ഒരു ഫൺ ഡൈനാമിക്സും ഇതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇതിലെ ആക്ഷൻസ്, കോമഡി, ഈ പറഞ്ഞ പോലത്തെ എന്റർടൈനിങ് ഫാക്ടർ, ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ബിഞ്ച് വാച്ച് പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് ആക്ഷൻ, സൂപ്പർ കൂൾ, സ്റ്റൈലിഷ്, ഫൺ ഓറിയന്റഡ് പടമാണ് ദ റക്കിംഗ് ക്രൂ. ഇപ്പൊ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളെടുത്ത് കണ്ടു നോക്കുക. ഇനി ആദ്യം പറഞ്ഞ പോലെ ഒരു തിയേറ്ററിക്കലി ഇത് ഇറക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടി ഇമ്പാക്റ്റഡ് ആകുമായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗംഭീര പടം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ക്ലീഷ സ്റ്റോറിയാണ്. പക്ഷെ സൂപ്പർ എൻഗേജിങ് ആയിട്ട് ഫൺ മോഡില്, ആക്ഷൻ മോഡില് ഒരു നല്ലൊരു എന്റർടൈനിങ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ് ദ റക്കിംഗ് ക്രൂ. അപ്പോൾ എന്ത് തന്നെ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.